ബാർകോഴ കേസിൽ എഡിറ്റ് ചെയ്യാത്ത ശബ്ദരേഖയും ഒറിജിനൽ ഹാർഡ് ഡിസ്കും കൈമാറാൻ വിജിലൻസ് ബിജു രമേശിനോട് ആവശ്യപ്പെട്ടു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വിജിലൻസ് ബിജു രമേശിന് നോട്ടീസ് നൽകി. എഡിറ്റ് ചെയ്ത ശബ്ദരേഖ നിയമപരമായി നിലനിൽക്കാത്ത സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം നൽകിയതെന്ന് വിജിലൻസ് ഡയറക്ടർ വിൽസൺ എം പോൾ വ്യക്തമാക്കി. എന്നാൽ വിജിലൻസിന്റെ ആവശ്യം ബിജു രമേശ് തള്ളി. ധനമന്ത്രി കെ മാണി ഉൾപ്പെട്ട ബാർകോഴ കേസിൽ ബിജു രമേശ് നൽകിയത് എഡിറ്റ് ചെയ്ത ശബ്ദരേഖയാണ്. ഇത് നിയമപരമായി നിലനിൽക്കുന്ന തെളിവല്ല. മുഴുവൻ ശബ്ദരേഖയും ബിജു രമേശ് കൈമാറണമെന്നാണ് വിജിലൻസ് ആവശ്യപ്പെടുന്നത്. ഒപ്പം ഒറിജിനൽ ഹാർഡ് ഡിസ്കും അന്വേഷണ സംഘത്തിന് കൈമാറണം. ഇക്കാര്യം ആവശ്യപ്പെട്ട് ബിജു രമേശിന് വിജിലൻസ് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് വിജിലൻസ് ഡയറക്ടർ വിൽസൺ എം പോൾ അറിയിച്ചു. അന്വേഷണം സുഗമമാക്കാനാണ് ഈ നടപടിയെന്നും വിജിലൻസ് വിശദീകരിക്കുന്നു. ബിജു രമേശിന് അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെങ്കിൽ അദ്ദേഹത്തിന് വിശ്വാസമുള്ള മറ്റാരെങ്കിലും വഴി തെളിവുകൾ വിജിലൻസിന് കൈമാറണം. അങ്ങനെയാണെങ്കിൽ അവ കോടതിയിൽ എത്തിക്കാൻ കഴിയും. എന്നാൽ വിജിലൻസിന്റെ നിർദ്ദേശം ബിജു രമേശ് തള്ളി. തെളിവുകൾ നീക്കം ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ ഇവ കൈമാറാനാവില്ലെന്ന് ബിജു രമേശ് പറഞ്ഞു. ഏതെങ്കിലും ഹൈക്കോടതി ജഡ്ജിക്ക് തെളിവുകൾ കൈമാറാമെന്നാണ് ബിജു രമേശിന്റെ വിശദീകരണം. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചുകൊണ്ട് ഹാജരാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതിനകത്ത് തന്നെ വിൻസൻ പോൾ സാറ് ലീവിൽ പോകുന്നു. മറ്റേ ജേക്കബ് തോമസ് സാറ്, ജോസഫ് സാറിനാണ് നമുക്ക് മാനസിക കുറച്ചുകൂടെ വിശ്വാസമുണ്ട്. അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു അണിയറയിൽ. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം 15 ദിവസത്തെ ലീവിൽ പോകുമ്പോൾ പോലും ചാർജ് ഹാൻഡ് ഓവർ ചെയ്യാതെ പോകുന്നതിന്റെ ഉദ്ദേശം തന്നെ അത് തന്നെയാണ്. ഇതിനകത്ത് വളരെ രഹസ്യമായ അണിയറ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അന്വേഷണം അട്ടിമറിക്കുന്നതിലേക്ക് വേണ്ടി വളരെയേറെ ശ്രമം നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ബാർകോഴ കേസിലെ തെളിവുകൾ കേന്ദ്ര ഏജൻസിക്ക് കൈമാറുമെന്നും ബിജു രമേശ് പറഞ്ഞു. തന്റെ പക്കലുള്ള തെളിവുകൾ വേണമെങ്കിൽ വിജിലൻസിന് റെയ്ഡ് ചെയ്ത് ശേഖരിക്കാവുന്നതേ ഉള്ളൂവെന്നും ബിജു രമേശ് റിപ്പോർട്ടറോട് പറഞ്ഞു. താൻ നൽകുന്ന തെളിവുകൾ സുരക്ഷിതമാണെന്ന് ഉറപ്പു നൽകാൻ വിജിലൻസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നാണ് ബിജു രമേശിന്റെ വിശദീകരണം. റിപ്പോർട്ടർ, കൊച്ചി.